ഇവിടെ യോഗ വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗമാണ്. ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ബുധനും ശുക്രനും ശനിയും ഒരുമിച്ച് നിന്നാലുള്ള ഒരു യോഗമാണ്. ഇവിടെ കേന്ദ്ര ഗ്രഹങ്ങളായി വരുന്നത് 2 ശുഭഗ്രഹങ്ങളായ ബുധനും ശുക്രനും ഒരു പാപഗ്രഹമായ ശനിയുമാണ്. ആദ്യം നമുക്ക് യോഗത്തെപ്പറ്റി ചർച്ച ചെയ്യാം. ഇതും കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ ഒരു പ്രധാന ശ്ലോകമാകുന്നു. ശ്രദ്ധിക്കുക. മുഖരോ ധൂർത്തോനൃതവാക് പരയൂതിരതോ ഭവേത് വിഷമശീലഃ ബുധ ശുക്ര സൂര്യതനയൈഃ കലാസ്വഭിജ്ഞ സ്വദേശരഥഃ. ബുധ ശുക്ര സൂര്യതനയെ, ബുധൻ ശുക്രൻ സൂര്യതനയൻ ശനി ഇവരുടെ യോഗത്താൽ ജനിക്കുന്ന വ്യക്തി ആരാകുന്നു? സഹ മുഖരഃ ഭവതി. മുഖരഃ ഇത്യസ്യ വാചാലഃ ഭവതി. ശബ്ദായമാനഃ, വെറുതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കും, ധാരാളം സംസാരിക്കും അദ്ദേഹം. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ധൂർത്തഃ ഭവതി. അയാൾ ധാരാളിയായിരിക്കും, ധൂർത്തനായിരിക്കും. അനൃതവാഗ് ഭവതി. അനൃതം വാഗ് യസ്യ സഹ അനൃതവാഗ്. അയാൾ അസത്യവാദിയായിരിക്കും, അദ്ദേഹം കള്ളം പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പരയുവതിരഥഃ, പരേഷാം യുവതിഷു രഥഃ, അന്യയുവതികളിൽ താല്പര്യമുള്ള വ്യക്തിയുമായിരിക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് വിഷമശീലഃ. വിഷമശീലഃ ഇത്യസ്യ, വിഷമശീലം എന്ന വാക്കിന് വിഷമം ശീലം യസ്യ സഹ, വിഷമപ്രകൃതിയായിരിക്കും ഈ വ്യക്തി എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നീട് ശ്ലോകത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് കലാസ്വഭിജ്ഞ. അഭിജ്ഞാനമസ്യേസിത് അഭിജ്ഞ. കലാവിഷയങ്ങളിൽ അങ്ങേയറ്റം ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം. കലയിൽ ഇദ്ദേഹം കലയുടെ മർമ്മം കണ്ട വ്യക്തിയായിരിക്കും. പിന്നീട് സ്വദേശരഥഃ ഭവതി. സ്വന്തം ദേശത്തിൽ താല്പര്യമുള്ള ആളാണ്. വിദേശത്ത് പോകുന്നതിന് പകരം സ്വന്തം നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് കലാപ്രവർത്തനങ്ങളിലും ഒക്കെ അദ്ദേഹം വ്യാപൃതനായിരിക്കും. പക്ഷേ കലകളിലൊക്കെ തന്നെ അവിടെ സ്ത്രീ വിഷയത്തിലും അനാവശ്യമായി ധൂർത്ത് ധനം നശിപ്പിക്കുന്ന വിഷയത്തിലുമൊക്കെ തന്നെ ഇദ്ദേഹം തൽപരനായിരിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു യോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നമസ്തേ.